ഹായ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോക്സ് സൈസിങ് എന്താണെന്നുള്ളത് നോക്കി. ഇനി ഈ വീഡിയോയിൽ CSSലുള്ള ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ യൂണിറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് യൂണിറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പത്തെ വീഡിയോകളിലായിട്ട് പല പല പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാഡിങ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചെയ്ത വെബ്സൈറ്റിൽ ബോർഡിൻ്റെ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ പാഡിങ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള യൂണിറ്റ്, ആ പാഡിങ്ങിനെ റെപ്രസെൻറ്റ് 10 പിക്സൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ CSS ചെയ്യാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പിക്സൽ എന്നുള്ളൊരു വാല്യൂ കാണാത്ത പല ആൾക്കാരുണ്ടാവും. നമ്മൾ 10 പിക്സൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, എത്രയായിരിക്കും ആ സൈസ് വരിക എന്നുള്ളത് ഇമാജിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൊതുവേ നമ്മൾ മാത്തമാറ്റിക്കലി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഡിജിറ്റലി ഇങ്ങനെ വെബ് പേജിലോട്ട് വരുമ്പോൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് വേറെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. ഇതേപോലത്തെ യൂണിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുവെ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് പിക്സൽ പോലത്തെ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ വെബ് പേജിലോട്ട് വരുമ്പോൾ പല പല വാല്യൂസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഉണ്ടാവും. ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് 10, അതിൻ്റെ ഒരു സൈസൊന്നുമില്ല, അതൊരു ജസ്റ്റ് ആർബിട്രറി വാല്യൂ ആണ്. അതിന് ഇത്ര സ്പേസാണ് 10 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 എന്ന് പറയുമ്പോൾ ഇത്ര സ്പേസാണ് ഒക്യുപ്പൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് യൂണിറ്റ് എന്നുള്ള ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ്. സോ അതാണ് യൂണിറ്റ് എന്നുള്ള സംഭവം കൊണ്ട് ഉദ്ദേശിച്ചത്. സോ HTML വരുന്ന യൂണിറ്റ്സിനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് അബ്സല്യൂട്ട് യൂണിറ്റ്സും ഉണ്ട്, റിലേറ്റീവ് യൂണിറ്റ്സും ഉണ്ട്. ഈ അബ്സല്യൂട്ട് യൂണിറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ റിയൽ വേൾഡിൽ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററൊക്കെ സ്കെയിലൊക്കെ കാണുന്ന സാധനം. അത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സെൻറ്റിമീറ്റർ എത്രയാണോ അതുതന്നെ ആയിരിക്കും ലോകത്ത് എവിടെ പോയാലും ആ ഒരു സെൻറ്റിമീറ്റർ അത്ര സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് അബ്സല്യൂട്ട് യൂണിറ്റ്സ് എന്ന് പറയുക. അത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെയാണ്. ഇനി എക്സാമ്പിൾ, ഇനി റിലേറ്റീവ് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ ഒരു 20% വലിപ്പം കൂടുതലുള്ള ഒരു സ്ക്രീൻ വേണം. അങ്ങനെ പറയുന്ന സമയത്ത് അത് റിലേറ്റീവാണ്. ഇപ്പോൾ വേറൊരാൾ അതേപോലെ ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ മോണിറ്ററിൻ്റെ 20% കൂടുതലുള്ള സ്ക്രീൻ, വലിപ്പം കൂടുതലുള്ള സ്ക്രീൻ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അയാളുടെ മോണിറ്ററിൻ്റെ റിലേറ്റീവായിട്ടുള്ളത് നിൽക്കുക. അയാളുടെ മോണിറ്ററിൻ്റെ വലിപ്പം എത്രയാണോ അതിനേക്കാളും 20% കൂടുതൽ. ഒരാൾ മോണിറ്റർ ചെറുതാണെങ്കിൽ അതിൻ്റെ 20% ആകുമ്പോൾ കുറച്ചുകൂടി വലിപ്പമായിട്ടാണ്. പക്ഷേ ഒരാൾ മോണിറ്റർ ഓൾറെഡി വലിയ മോണിറ്റർ ആണെങ്കിൽ അതിൻ്റെ 20% ആകുമ്പോൾ ഭയങ്കര വലിയൊരു മോണിറ്ററായി മാറും. സോ അതാണ് റിലേറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതെല്ലായിടത്തും ഒരേപോലെ ആവില്ല. അത് പറയുന്ന സെനാരിയോനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇനി വെബ് പേജിലോട്ട് വരുന്ന സമയത്ത് ഇത് 2 അബ്സല്യൂട്ട് യൂണിറ്റാണ് പിക്സൽ എന്ന് പറയുന്നത്. പിക്സൽ എന്ന് പറയുമ്പോൾ 20 പിക്സൽ ഈ നിങ്ങളുടെ വെബ് പേജിൽ എത്ര സൈസാണോ അതേ സൈസ് തന്നെ ആയിരിക്കും ലോകത്ത് ഏത് വെബ്സൈറ്റ് എടുത്താലും 20 പിക്സൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈസ് തന്നെ ആയിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഏത് പോർഷനിൽ നിങ്ങൾ 20 പിക്സൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും 20 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിനുള്ളിൽ എത്രയാണോ അത് തന്നെയാണ് മറ്റൊരു ഡിവിനുള്ളിൽ ഉണ്ടാവുക. സോ അതാണ് ഈ അബ്സല്യൂട്ട് യൂണിറ്റ് ആയിട്ടുള്ള പിക്സലിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ പിക്സലായാലും ഏത് യൂണിറ്റ് ആയാലും യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു 10 പിക്സൽ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും അതിൻ്റെ സൈസ് എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും വരും. അപ്പോൾ എത്ര പിക്സലാണ് ഞാൻ ഇപ്പോൾ ഫോണ്ട് സൈസ് കൊടുക്കുക, അങ്ങനെ ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ആലോചിക്കാതെ ജസ്റ്റ് പിക്സൽ നിങ്ങൾക്ക് തോന്നുന്ന എത്ര പിക്സലാണോ അത്ര ഒരു പിക്സൽ അതിൻ്റെ വാല്യൂ വിഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ഫോണ്ട് സൈസ് ആണെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പിക്സൽ എന്നുള്ളതിൻ്റെ ഫോണ്ട് സൈസ് കൊടുക്കുകയാണെങ്കിൽ ഫോണ്ട് സൈസ് ഒരു 10 പിക്സൽ ഞാൻ കൊടുത്തു. അപ്പോൾ എനിക്ക് 10 പിക്സൽ പോരാ. സോ ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ 16 പിക്സൽ ഓക്കെ ആണെങ്കിൽ അത് നിർത്തുക. സോ നിങ്ങൾക്ക് അങ്ങനെ കുറേ പ്രാവശ്യങ്ങൾ CSS പ്രോപ്പർട്ടീസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പാറ്റേൺ ഡെവലപ്പായി വരും. നമുക്ക് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയായിരിക്കും ഒരു ന്യൂട്രലായിട്ടുള്ള കൊടുക്കേണ്ട ഒരു ഫോണ്ട് സൈസ് എത്രയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി വരും. സോ അതല്ലാതെ നിങ്ങളത് കുറേ മെനക്കെട്ട് അത് പഠിക്കാനോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റെഡിയായി വരും. സോ അതാണ് CSSൽ അല്ലെങ്കിൽ HTML CSSൽ യൂസ് ചെയ്യുന്നൊരു അബ്സല്യൂട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് റിലേറ്റീവ് ഫോണ്ട് സൈസാണ്. അബ്സല്യൂട്ട് ഫോണ്ട് സൈസ് പിക്സലല്ലാതെ സെൻറ്റിമീറ്ററും മീറ്ററും മില്ലിമീറ്ററും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും പൊതുവേ നമ്മൾ വെബ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറില്ല. ഡിജിറ്റലി യൂസ് ചെയ്യുന്ന അത്ര നല്ല യൂണിറ്റ്സ് അല്ല സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും എന്നൊക്കെ പറയുന്നത്. സോ പിക്സലാണ് പൊതുവേ അബ്സല്യൂട്ട് സെനാരിയോസ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്. നെക്സ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റീവ് ആയിട്ടുള്ള കുറേ യൂണിറ്റ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് പേഴ്സൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പാരൻറ്റിൻ്റെ, ഇപ്പോൾ റിയൽ വേൾഡിൽ വരുന്ന സമയത്ത് മോണിറ്ററിൻ്റെ കേസ് പറഞ്ഞ പോലെ മോണിറ്ററിൻ്റെ 20% എന്ന് പറഞ്ഞ പോലെ തന്നെ വെബ് പേജിൻ്റെ കേസിലോട്ട് വരുമ്പോൾ പേഴ്സൻറ്റേജ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പാരൻ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ ഈ ഒരു പി ടാഗിൻ്റെ പേഴ്സൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അതിൽ പി ടാഗ് സെലക്ട് ചെയ്തു, ഇങ്ങനെ പോയിട്ട് ഡിവിൽ പി ടാഗ് സെലക്ട് ചെയ്തു. ഈ പി ടാഗിന് പേഴ്സൻറ്റേജിൽ വിടുത്ത് കൊടുക്കുകയാണെങ്കിൽ വിടുത്ത് ഞാൻ
20% കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരൻറ്റിൻ്റെ ഇതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് ഈ ഡിവാണ്. ഈ ഡിവിൻ്റെ 20% ആയിരിക്കും അതിൻ്റെ സൈസായിട്ടുണ്ടാവുക. അതാണ് പെർസെൻറ്റേജ് എന്നുള്ളൊരു യൂണിറ്റ്. അതിൻ്റെ പാരൻറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ. പിന്നെ വരുന്നത് റമ്മും EMO ആണ്. റം എന്ന് പറയുന്നത് നമ്മളെ HTML ഡോക്യുമെൻറ്റിൻ്റെ റൂട്ട് ഫോണ്ട് സൈസ്. ആ റൂട്ട് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML എന്നുള്ള ടാഗിന് എത്രയാണോ ഫോണ്ട് സൈസ് കൊടുത്തത് അതിന് റിലേറ്റീവായിട്ടായിരിക്കും ഈ റം എന്നുള്ള യൂണിറ്റ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ HTML എന്നുള്ളതിന് ഫോണ്ട് സൈസ് ഒരു 10 പിക്സൽ കൊടുത്തു. HTML ഞാൻ ഫോണ്ട് സൈസ് ഒരു 10 പിക്സൽ കൊടുത്തു. 10 പിക്സൽ കൊടുത്താൽ ഇനി ഈ ഒരു എക്സാമ്പിൾ എന്നുള്ള വാല്യൂവിൻ്റെ വിഡ്ത്ത് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ ഒരു 5 റം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് വരിക. സോ ഇതാണ് റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഒരു റൂട്ട് ഫോണ്ട് സൈസിന് റിലേറ്റീവായിട്ട് നിൽക്കുന്നതാണ് റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് EM എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫോണ്ട് സൈസിന് റിലേറ്റീവായിട്ടായിരിക്കും EM ഉണ്ടാവുക. ഇപ്പോൾ ഈ പി ടാഗിൻ്റെ ഫോണ്ട് സൈസ് 20 പിക്സലാണെങ്കിൽ അതിൻ്റെ 2EM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 പിക്സലായിരിക്കും. പിന്നെ അതിൻ്റെ ഈ പി ടാഗിൻ്റെ ഫോണ്ട് സൈസ് ഒരു 20 പിക്സലിന് കൊടുത്തു, ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് മാറ്റിയിട്ട് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു 6 EM എന്ന് കൊടുത്താൽ ഇതിൻ്റെ ബോക്സ് മോഡൽ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടോ 120 പിക്സൽ നിന്ന്. സോ അത് കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് 120 പിക്സലിലോട്ട് എത്തും. അങ്ങനെയാണ് അത് വരിക. സോ അതിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണോ അതിൻ്റെ റിലേറ്റീവായിട്ടുള്ള വാല്യൂവിനെയാണ് EMഉം റമ്മും യൂസ് ചെയ്യുന്നത്. റം എന്ന് പറയുമ്പോൾ റൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ടും EM ആ ഒരു എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസിനെ റിലേറ്റ് ചെയ്തിട്ടും ആ എലമെൻറ്റിൻ്റെ ഫോണ്ട് സൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് പോകും. അങ്ങനെയാണ് EM വർക്ക് ചെയ്യുക. അപ്പോൾ EM റമ്മൊക്കെ റിയൽ വേൾഡിൽ ഇവിടെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ലേ ഔട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത സമയത്ത് ഇത് പല സ്ക്രീൻ സൈസിൽ ഓപ്പൺ ചെയ്യും. മൊബൈലിലും ഡെസ്ക്ടോപ്പിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും ഒക്കെ ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈലിലോട്ട് വരുന്ന സമയത്ത് ഒക്കെ അതിൻ്റെ ഫോണ്ട് സൈസ് എൻ്റയർ നമ്മളെ വെബ് പേജിലുള്ള ഫോണ്ട് സൈസ് കുറക്കേണ്ടി വരും. സൈസസും സ്പേസിങ്ങും ഒക്കെ കുറക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് EM എന്നല്ല പിക്സൽ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തെങ്കിൽ ഓരോരോ പ്രോപ്പർട്ടീൻ്റെയും സൈസ് നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം ഓരോ സ്ക്രീൻ സൈസിലോട്ട് എത്തുമ്പോഴും. പക്ഷേ നിങ്ങൾ ഒരു റൂട്ട് ഫോണ്ട് സൈസിന് ഇപ്പോൾ റമ്മോ EMO ഒക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ റമ്മാണ് യൂസ് ചെയ്തതെങ്കിൽ റം എക്സാമ്പിളൊക്കെ എടുക്കുക. റമ്മാണ് യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾ നേരെ HTML ഡിഫൈൻ ചെയ്താൽ റൂട്ട് ഫോണ്ട് സൈസ് എഡിറ്റ് ചെയ്തിട്ട് 10 പിക്സലാണ് കൊടുത്തതെങ്കിൽ 5 പിക്സലാക്കും. 5 പിക്സലാക്കുമ്പോൾ ടോട്ടലി നമ്മൾ വെബ്സൈറ്റിലെ എല്ലാ യൂണിറ്റിൻ്റെ എല്ലാ സൈസും കുറഞ്ഞിട്ട് 5 പിക്സലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സൈസസ് ആയിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ലേ ഔട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈസിലി നമുക്കത് ഓരോരോ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങളെപ്പോഴും ഓർത്ത് നോക്കുക. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ വ്യൂ പോർട്ട് ഹൈറ്റ് വ്യൂ പോർട്ട് വിഡ്ത്ത് എന്നാണ് VHഉം VW എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇത് പറയണ പോലെ തന്നെ വ്യൂ പോർട്ടിൻ്റെ ഹൈറ്റും വ്യൂ പോർട്ടിൻ്റെ വിഡ്ത്തിനും റിലേറ്റീവായിട്ട് നിൽക്കുന്ന യൂണിറ്റാണ് VHഉം VW എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈൽ ഫോണിലും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ടാബിലൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ പല വ്യൂ പോർട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈറ്റിനും അതിൻ്റെ വിഡ്ത്തിനും ബേസ് ചെയ്ത് നിങ്ങൾക്ക് പല ഡിവും ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അതിൻ്റെ പകുതി അതിൻ്റെ ഫുൾ ഹൈറ്റ് നിങ്ങൾക്ക് വേണം, അതിൻ്റെ ഫുൾ വിഡ്ത്ത് നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല യൂണിറ്റ് ഒരു യൂസർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡിവൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോർട്ടിൻ്റെ വിഡ്ത്തും വ്യൂ പോർട്ടിൻ്റെ ഹൈറ്റും ബേസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VH വ്യൂ പോർട്ട് ഹൈറ്റിനെ ടാർഗറ്റ് ചെയ്യാനും അതേപോലെ VW എന്നുള്ളത് വ്യൂ പോർട്ട് വിഡ്ത്തിനെ ടാർഗറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. വ്യൂ പോർട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന ഡിവൈസിൻ്റെ 1% ഇതാണ്. അതേപോലെ VH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഡിവൈസിൻ്റെ 1% ഹൈറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് മേജറായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് വരുന്നത്. ഇനി പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് കുറേ യൂണിറ്റ്സ് വരുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതലായിട്ട് അത് ഡിസ്കസ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് CSSൽ വരുന്ന മറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രോപ്പർട്ടീസും അതേപോലെ ഫോണ്ടിലുള്ള പ്രോപ്പർട്ടീസും ഒക്കെ ഏതെന്നുള്ളത് നോക്കാം. സോ താങ്ക്സ്.